Astro Guru, where the wisdom of the cosmos lights your path. ഹായ് സുഹൃത്തുക്കളെ, ശനി വക്രത്തിൽ ഈ 2026 ജൂലൈ 27 10:21 PM ശനി വക്രത്തിൽ പോകും. ഏകദേശം ഒരു 4.5 മാസത്തോളം നീണ്ടു നിൽക്കും ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത്. അപ്പം മീനൻ രാശിയിൽ തന്നെയാണ് തുടരുന്നത്. മീനൻ രാശിയിൽ തന്നെയാണ് വക്രത്തിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഗതി മാറി, അതായത് ഒരു പോയിന്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ 2 പോയിന്റ് ബാക്കിലോട്ടുള്ള മൂവ്മെന്റ് ആണ്. ഈ ഒരു സമയത്ത് പല രീതിയിൽ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരും. അപ്പൊ ഈ പറഞ്ഞ ജൂലൈ 27 10:21 PM ശനി മാറിക്കഴിഞ്ഞാൽ അത് ഡിസംബർ 11 വരെ നീണ്ടു നിൽക്കും. ഡിസംബർ 3:51 AM വെളുപ്പിനെ 3:51 AM വരെ നീണ്ടു നിൽക്കുക. അപ്പൊ ഏകദേശം ഒരു 4.5 മാസത്തോളം ഇങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ ഈ ശനിയുടെ കാര്യം പറയുമ്പോൾ ശനിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലിന്റെ ഗ്രഹമാണ്. അപ്പൊ ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ശനിയുടെ ഒരു ദൈർഘ്യം പറഞ്ഞു കഴിഞ്ഞാൽ 29.5 വർഷമാണ് ഏകദേശം ഒരു ട്രാൻസിഷൻ എന്ന് പറയാം. സപ്പോസ് ഇപ്പൊ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് ഏകദേശം 29-30 വർഷം എന്ന് കൂട്ടുന്നു. അപ്പം അങ്ങനെ 60 വർഷം ആകുന്ന ഉടനെയാണ് ഒരാളുടെ ഷഷ്ടിപൂർത്തി. അതിനകത്തൊക്കെ ഒരുപാട് കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതും പ്രത്യേകിച്ച് ചില രാശികൾ ആ ഒരു 60 വയസ്സെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ശനിയും വ്യാഴവും കൂടെ കണ്ടുമുട്ടുന്ന ഒരേ രാശിയിൽ വരുന്ന സമയമായിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. ഇതിന്റെ ജനറൽ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ പ്ലാനറ്റ് ആണ് ഈ ശനി എന്ന് പറയുന്നത്. അതുപോലെ വളരെ സ്ലോ ആണ്, സ്ട്രിക്റ്റ് ആയിരിക്കും, ഡിസിപ്ലിന്റെ ഗ്രഹം കൂടിയാണ്. അതുപോലെ ഇതിന്റെ എലമെന്റ് എന്ന് പറയുമ്പോൾ എയർ എലമെന്റ് ആണ്. അതുപോലെ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണ്. അപ്പൊ ഒരു കാരണവശാലും വെസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ മൾട്ടിപ്പിൾ ജോബ് പോകേണ്ടതായിട്ടല്ല, ജോബ് എടുക്കേണ്ടതായിട്ടൊക്കെ ഒരു സാഹചര്യം വരും. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഒഴിവാക്കുക. കാരണം പടിഞ്ഞാറ് ഭാഗത്തെ ശനിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ടോയ്ലറ്റ് കഴിവതും വരാതിരിക്കുക. അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതുപോലെ സാറ്റർഡേ ആണ്, അതായത് ശനിയാഴ്ച ദിവസമാണ് ശനിയുടെ ആയിട്ടുള്ള ദിവസം. പിന്നെ ഇതിന്റെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 2.5 വർഷമാണ്. ശനി എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഗ്രഹമാണ്. എന്ത് കാര്യങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, അല്ലെ ഡിസിപ്ലിന്, ജീവിതത്തിൽ നല്ല അച്ചടക്കങ്ങൾ കൊണ്ടുവരാന്, അല്ലെന്നൊരു ഡിറ്റാച്ച്മെന്റ്, പല രീതിയിലുള്ള ഡിറ്റാച്ച്മെന്റ്, ജീവിതത്തിൽ എന്തെങ്കിലും അകലിച്ചകളെ, അല്ലെന്നൊരു ഈ ഒരു നിരാശ അങ്ങനെയൊക്കെയുള്ള വരാന്, അല്ലെന്നൊരു അതുപോലെ ഹാർഡ് വർക്കിന്റെ ഗ്രഹമാണ്, പേഷ്യൻസിന്റെ ഗ്രഹമാണ്. അതായത് പ്രത്യേകിച്ച് ലേബർ ക്ലാസ്സിലൊക്കെ ഉള്ള ആൾക്കാരെ, തൂപ്പുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനാണ് വരുന്നത്. പല കാര്യത്തിലും ശനി നമുക്ക് ഡിലേ ആക്കും. അതുപോലെ നല്ല ജസ്റ്റിസ്, നിയമപാലകര്, ജഡ്ജസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഒക്കെ ഇതിനകത്ത് ഈ ഒരു റേഡിയേഷൻ വരുന്നതാണ്. അതുപോലെ മച്യൂരിറ്റിയുടെ ഗ്രഹം എന്ന് വേണമെങ്കിൽ ശനിയെ പറയാം. ഹ്യൂമാനിറ്റിയുടെ മനുഷ്യത്വത്തിന്റെ ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ, സിംപ്ലിസിറ്റിയുടെ. അതുപോലെ അങ്ങനെ ഒരുപാട് ശനിയെ പറ്റി ഉപമിക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പം വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ശനിയുടേതായിട്ടുള്ള ഈ പറഞ്ഞ വെസ്റ്റ്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അസ്ട്രോവാസ്തു പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അസ്ട്രോവാസ്തു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വാസ്തു സംബന്ധമായിട്ടൊക്കെ ഉണ്ടെന്നൊരു നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന വരിയിൽ. അതുപോലെ ശനിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ബുധൻ ശനിയുടെ ബന്ധുവാണ്, ശുക്രൻ ശനിയുടെ ബന്ധുവാണ്, ഗുരു ജൂപ്പിറ്റർ ശനിയുടെ ബന്ധുവാണ്. അതേമാതിരി ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ശനിയുടെ ശത്രുവാണ്. അതുപോലെ രാഹുവും കേതുവും ശനിയുടെ ശത്രുവാണ്. അതുപോലെ സൂര്യനും ചന്ദ്രനും ഈ പറഞ്ഞ ശനിയുടെ ശത്രുക്കളാണ്. അതുപോലെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് ഈ ചില ഹൗസസ് ശനി വന്നു കഴിഞ്ഞാൽ വളരെ മോശമാണ്. പ്രത്യേകിച്ച് 1, 8 അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ശനി വന്നു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് 1-ലും 8-ലും ഒക്കെ ഇങ്ങനെ ശനി വരുന്ന ആൾക്കാർക്ക് പൊതുവെ ശനി ദശയിലൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ പ്രോബ്ലംസ് വരാറുണ്ട്. എല്ലാവർക്കും ശനി അങ്ങനെ അത്ര അഫക്ട് ചെയ്യുക. പ്രത്യേകിച്ച് 1, 8 1-ലൊക്കെ സൂര്യൻ നിൽക്കുക, 8-ലൊക്കെ ശനി നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷൻ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വൃത്തിയായിട്ടില്ല. ശനിയുടെ ദശ വരുമ്പോൾ അവരെ 100% വലിച്ച് താഴെ ഇട്ടിരിക്കുക. എത്ര വലിയ പൊസിഷൻ ഇരുന്നാലും അത് 100% സംഭവിച്ചിരിക്കും. അതുപോലെ 4, 12 എന്ന് പറഞ്ഞ 4th ഹൗസും 12th ഹൗസ് ആണെങ്കിലും ശനിക്ക് അത്ര ഫേവറബിൾ അല്ല, ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ഇമ്പാക്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഗ്രഹത്തിന്റെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ സപ്പോസ് ഇതിനകത്ത് മൊബൈൽ ന്യൂമറോളജി, കേരളത്തിൽ മൊബൈൽ ന്യൂമറോളജി അത്ര പ്രചാരത്തിലില്ല. പക്ഷെ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു 10-20 വർഷം മുമ്പൊന്നും മൊബൈലിന്റെ ആയിട്ടുള്ള ഇത്ര ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ഈ ഒരു കാലത്ത് മൊബൈലിന്റെ പല രീതിയിൽ
രീതിയിലുള്ള ഉപയോഗം വരുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളും ഉണ്ട്. എക്സാമ്പിൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ശനിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 8 അപ്പൊ 8 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഈ ശത്രുഗ്രഹങ്ങളും ചില നമ്പർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പല രീതിയിലുള്ള ഇമ്പാക്ട് കൊണ്ടുവരും. എക്സാമ്പിൾ നമ്മൾ ഒരു 2-3 പറയാം. ഇപ്പം 4-8, 6-8, 1-8 അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനിൽ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം. കാരണം ഇത് ലോങ് ആയി പോകും വീഡിയോ അല്ലെന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പറിനകത്ത് ഇന്റേണൽ കോമ്പിനേഷനകത്ത് 4-8 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെന്ന് വെച്ചു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 3 വർഷത്തിൽ കൂടുതൽ ഈ മൊബൈൽ കൊണ്ട് നടന്നു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഇൻക്യൂറബിൾ പ്രോബ്ലം നമുക്ക് ക്യൂർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് നേരെയാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അസുഖം വരാന്, അതുപോലെ ഡെഫിഷ്യൻസി ഓഫ് സെക്സ് പ്രഷർ, ലൈംഗിക താല്പര്യം കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യത, അതുപോലെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ 4-8 ഉള്ള ഒരു കോമ്പിനേഷൻ മൊബൈലിനകത്ത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. അങ്ങനെ ഉണ്ടെന്ന് വരിക തീർച്ചയായിട്ടും മാറ്റണം. അതുപോലെ 6-8 നോക്കിക്കഴിഞ്ഞാൽ ഈ 4-8 എന്ന് പറഞ്ഞാൽ ഈ 4 എന്ന് പറഞ്ഞാൽ രാഹുവാണ്, 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഇത് ശത്രുക്കളാണ്. അതുപോലെ 6-8 നോക്കിക്കഴിഞ്ഞാലാണേലും പ്രശ്നമാണ്. 6-8 വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ണിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ ശനിയാണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വീനസ് ആണ്, ശുക്രനാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരത്തിന്റെ ഗ്രഹമാണ്. സർവ്വഭാര ഡാൻസ്, എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ ജീവിതത്തിലെ ഉന്നതിയും, ജീവിതത്തിലെ എല്ലാ സുഖലോലുപതയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഈ പറയുന്ന 6 എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വീനസ്. അപ്പൊ ഈ വീനസിന് അങ്ങനെ വരുന്നതുകൊണ്ട് ശനിക്ക് ഇഷ്ടമല്ല. കാരണം ശനി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിന്റെ ഗ്രഹമാണ്. വളരെ പക്വതയോടുകൂടി പല കാര്യങ്ങളെ അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ശനി. അപ്പം ഈ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ഈ മൊബൈൽ നമ്പർ ആണെങ്കിൽ പോലും ഈ 888 3 പ്രാവശ്യം 8 എന്നുള്ള കോമ്പിനേഷന് വരില്ല. വന്നു കഴിഞ്ഞാൽ 100% അത് പ്രശ്നമാണ്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. അതുപോലെ ഇപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-8 എന്ന് വെച്ചു. 1ഉം 8ഉം 1ഉം 8ഉം കൂടെ ഈവൻ ബർത്തിയാട്ടിനകത്ത് വന്നാലും അങ്ങനെ പ്രശ്നമുണ്ട്. അതിന്റെ അങ്ങനെയുള്ള ഒരു റെമഡി ഞാൻ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. ലാൽ കിതാബിന്റെ ഒരു റെമഡി ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇതിനകത്ത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളും, പിന്നെ ഈ പറഞ്ഞ ചില ആൾക്കാർക്ക് 1-8 ശനി വരിക, അല്ലെങ്കിൽ സൂര്യൻ വരിക, അങ്ങനെയൊക്കെ ഉള്ളതെന്നൊരു ചില ഗ്രഹങ്ങളുടെ ശനിയുടെ കൂട്ടോ ശനിയുടെ ശത്രുഗ്രഹങ്ങള് 2 ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശനി കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആവും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളെ ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം ഈ ഒരു വീഡിയോയുടെ ഒടുവിൽ ഇത് കൂടാതെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് വരെ നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഈ 1-8 എന്നുള്ള കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ സ്പൗസിന്, അവരുടെ വൈഫിന്, അല്ലെങ്കിൽ വൈഫിനായി ഈ നമ്പർ ഉള്ള ഹസ്ബൻഡിന് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ വരുവാനും, മൾട്ടിപ്പിൾ ടൈംസ് ഹോസ്പിറ്റലിൽ പോകാനും വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ 1-8 എന്ന് പറയുന്ന കോമ്പിനേഷന് ഇന്റേണൽ മൊബൈൽ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു ചാൻസ്. അതേമാതിരി ജോബ് ഫ്രീക്വന്റ് ആയിട്ട് ജോബ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ജോബ് ചേഞ്ച് ചെയ്തതായിട്ട് മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ, അച്ഛനും മോനും കൂടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനോ, രണ്ടുപേരും കൂടി ചേരാത്തായിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യം വരാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ. അതുപോലെ ഈ നമ്മുടെ ഫോറസ്റ്റ് അല്ലെ ഹിൽസ്, വലിയ വലിയ മലകള്, വനങ്ങള്, അല്ലെങ്കിൽ ഗുഹകള്, ഡെസേർട്ടുകള്, അതായത് നമ്മുടെ ഈ മരുഭൂമികള്, പഴയ ബിൽഡിങ്ങുകള്, അല്ലെ ചർച്ച്, അമ്പലമേ, പള്ളിയെ, സ്ലംസ്, അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള തെരുവുകള്, സലൂണ്, അതുപോലെ നമ്മുടെ മെറ്റലിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടറികള്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ പറയുന്ന ശനിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബഫുലോ, പോത്തൊക്കെ ഈ ഒരു ശനിയുടെ റേഡിയേഷൻ ആണ്. എലിഫന്റ് ശനിയുടെ റേഡിയേഷൻ ആണ്. അതുപോലെ ഈ പട്ടികളൊക്കെ ശനിയുടെ റേഡിയേഷൻ ആണ്. അതുപോലെ ഹോസ്, നമ്മുടെ കുതിരകളൊക്കെ ശനിയുടെ റേഡിയേഷൻ ആണ്. ഗോഡ്സ്, ആട്, കൗവ്, ഇങ്ങനെയൊക്കെ ഉള്ള പലതും, പ്രത്യേകിച്ച് ചില ബേഡ്സ് ഉണ്ട്, കാക്കമാരിയുള്ള പക്ഷികൾ, പ്രത്യേകിച്ച് ശനിയുടെ. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ശനിദേവന്റെ ആ ഒരു പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാക്ക ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ കാക്കയൊക്കെ ഇതൊരു റേഡിയേഷൻ ആണ്, ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ ആണ്. അപ്പൊ ഇതിന്റെ റെമഡി പാർട്ട് വരുമ്പോഴേ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധാരണ ആൾക്കാർ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നാച്ചുറലി എങ്ങനെ ശനിയെ പോസിറ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ഒടുവരെ കിട്ടിരുന്ന കാണാം, അറിയാൻ പറ്റും. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ മണ്ണെണ്ണ, പെട്രോള്, കോൾസ്, നമ്മുടെ ഈ പറയുന്ന കൽക്കരിയെ, സിമെന്റ്, ലെതറ്, തടിയെ,
അതുപോലെ ബ്ലാക്ക് സ്റ്റോണ്, അതുപോലെ കടുകെണ്ണ, ജിഞ്ചിലി ഓയിൽ, പിന്നെ ബനാന, പൊട്ടറ്റോ, ബാർലി, ബ്ലൂ സഫയർ, അങ്ങനെ ഈ ഒരു ഇതൊക്കെ എന്നുള്ള ശനിയുടെ റേഡിയേഷൻ ആണ്. അപ്പൊ ഈ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാര് ആ ഒരു സമയത്തൊക്കെ എന്നുള്ള ശനി ദശയൊക്കെ വരുമ്പോൾ ബ്ലൂ സഫയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുള്ള ശനിയുടെ ആയിട്ടുള്ള ദോഷം ഒരു പരിധി വരെ മാറി നിൽക്കാനൊക്കെ വളരെ അനുകൂലമാണ്. അതുപോലെ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ, ഇയർ, നമ്മുടെ ചെവിയെ, പല്ല്, അതുപോലെ പ്രത്യേകിച്ച് എല്ലൊക്കെ കട്ടിയാകുന്ന, ഹാർഡാകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത്, അതുപോലെ നമ്മുടെ മെമ്മറൈനൊക്കെ ഹാർഡാകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്. അതുപോലെ ഈ പറയുന്ന ഡീഫിനെസ്, ചില കുട്ടികളൊക്കെ അല്ല ഊമയായി പോകാറുള്ളതുകൊണ്ട്. അപ്പൊ ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബർത്തിയാട്ടിലെ ഈ പറയുന്ന ശനിയുടെ ആയിട്ടുള്ള ദോഷം കൊണ്ടാണ് വരുന്നത്. അതുപോലെ സ്മോൾ പോക്സ്, അതൊക്കെ ശനി കൊണ്ടുത്തരുന്നതാണ്. അതുമാത്രമല്ല ഡിപ്തീരിയ, പണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന TB, ടബർക്കുലോസിസ്, പറാലിസിസ് മാതിരിയുള്ള പ്രശ്നങ്ങള്, ഈ പറയുന്ന മുയൽദീനം മാതിരിയും ഒക്കെ ഉള്ളത്, അതുപോലെ ചില ആൾക്കാര് അമിതമായിട്ടുള്ള ചില ഛർദിയില്, അങ്ങനെ പല കാര്യങ്ങളും ഈ ശനിയായിട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ ക്യാൻസർ ആണെങ്കിലും ശനി കൊണ്ടുതരാറുണ്ട്, ഡിപ്തീരിയ, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ. അപ്പൊ ഈ ഇതിന്റെ ഒരു പ്രശ്നം കൊണ്ട് കൂടുതൽ നമുക്ക് ക്യാൻസർ ഒക്കെ കൊണ്ടുതരുന്ന 2 ഗ്രഹങ്ങളാണ്. ഒന്ന് ശനി, ഒന്ന് രാഹുവാണ്. രാഹുവും ശനിയുമാണ്. അതുകൊണ്ട് കഴിവതും രാഹുവിന്റെ ശനിയും ഒക്കെ പോസിറ്റീവായിട്ട് വെക്കാൻ നോക്കുക. പിന്നെ ഇതിന്റെ എല്ലാ കോമ്പിനേഷനാണ് ഓരോ ഗ്രഹങ്ങളെ. പിന്നെ സെൻട്രൽ മിഡ് പോയിന്റ് എന്നൊക്കെ പറയാൻ നമുക്ക് ഈ ഒരുപാട് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഓരോ അസുഖങ്ങളെ നമുക്കല്ല, ക്യാൻസർ ആയാലും എപ്പോ വരും, എങ്ങനെയാണ്, അല്ലെ നമ്മുടെ വീട്ടിൽപ്പെട്ട ആർക്കല്ല, നമ്മുടെ വൈഫിന്റെ, സ്പോസിന്റെ ആർക്കെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യത, അങ്ങനെ A to Z നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രത്യേകിച്ച് നമ്മളൊരു ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് മെഡിക്കൽ അസ്ട്രോളജി. അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അസ്ട്രോളജി ചെയ്യുന്ന പല ആൾക്കാർക്കും ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്ന സബ്ജക്ട് പോലും കേൾക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഏത് അസുഖവും നിങ്ങൾക്കുണ്ടെന്ന് ഈ ഒരു മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമുക്ക് കണ്ടുപിടിക്കുകയും അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയും ആ ഗ്രഹങ്ങളെ പോസിറ്റീവാക്കാൻ കർമ്മം പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറുന്നതാണ്. ഓരോ ഗ്രഹത്തിനും ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ ന്യായത്തിനും നീതിക്കും വേണ്ടിയൊക്കെ നിലകൊള്ളുന്നതാണ് ശനി പൊതുവെ. സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ജഡ്ജസ്, ലേബേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള തൊഴിലുകളൊക്കെ ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നതാണ്. അതുപോലെ മെറ്റൽ റേഡിയേഷൻ ഉള്ള ചില അങ്ങനെയൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ ഒക്കെയാണ് അയണൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടികള് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷൻ വരുന്നതാണ്. അതുപോലെ സെക്കൻഡ് ഹസ്ബൻഡ്. അപ്പൊ നമുക്കിവിടെ ഓരോ നാളിനെ പറ്റി എടുത്തെടുത്ത് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ ഒരു പറഞ്ഞ ഈ ഒരു ശനിയുടെ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കുന്നതെന്ന്. കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിയെ നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അതുപോലെ ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ പുണർദം, പൂയം, ആയില്യം. അപ്പൊ പുണർദത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, ശനികർമ്മയാണ്. പൂയത്തെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ്, രാഹുകർമ്മയാണ്. ആയില്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ആയില്യത്തെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, സൂര്യകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തേക്കുക. കാരണം ഇത് നിങ്ങളുടെ സ്വഭാവം, രീതികൾ പലതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാല് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാന്, എന്തും തുറന്നു പറയാനൊക്കെ ഉള്ളൊരു സാഹചര്യം, സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു വരാന്, ചില ആൾക്കാരുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മൂകത അങ്ങനെയൊക്കെ ഉള്ള അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി നല്ല കോൺഫിഡൻസ് തിരിച്ചു വരാനും ആരോടും എന്തും തുറന്നു പറയാനൊക്കെ ഉള്ള സാഹചര്യം. അതുപോലെ നല്ല അംബിഷ്യസ് ആയിരിക്കാന്, പ്രസംഗിക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ ഉള്ള ആൾക്കാർക്ക്, എന്തെങ്കിലും ഒരു മാനതയൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതൊക്കെ വന്ന് തിരിച്ചുള്ള പഴയ ഒരു കോൺഫിഡൻസ് ഒക്കെ തിരിച്ച് വരാനും, പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു വേദികളൊക്കെ നല്ല പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമാണ്. ഈ ഒരു രാശിക്കാരെ പറ്റി പറയുകയാണെന്നതിൽ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ള ഒരു സഹോദരങ്ങളാണെന്നതിൽ അവർ നാട്ടിൽ തിരിച്ചെത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സഹോദരങ്ങളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. അതുപോലെ നൈബേഴ്സുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർക്ക് അതൊക്കെ പറഞ്ഞു കേൾക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. മാത്രമല്ല പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ലൊരു സാഹചര്യമാണ്. ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അവർക്കൊരു നേരത്തെ ഉള്ള റിലേഷൻ റീബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം. അതുപോലെ ആരെയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അയൽവക്കക്കാരുമായിട്ടുണ്ടായിരുന്നതിൽ അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു തീർക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനും പിന്നെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേപോലെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത. അതുപോലെ
പ്രണയം പ്രത്യേകിച്ച് പറഞ്ഞാൽ തുറന്നു പറയാനും ആ പ്രണയം സബലീകരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രണയം തുറന്നു പറയാൻ, ആ പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, പുതിയ പ്രണയബന്ധങ്ങൾ തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, ക്രിപ്റ്റോ, ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, അതുപോലെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാന്, നല്ല എന്റർടൈൻമെന്റ് ഉണ്ടാകാന്, അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും തീസീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, തീസീസ് സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, റിസർച്ച് ആൻഡ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ IIT, IIM അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ തരപ്പെടാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ IELTS, നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്തൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, വിസ, എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറാനും ഈ വിസ പാസ്സായി വരാനൊക്കെ ഉള്ള സാഹചര്യം, അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യം, ഫോറിൻ ട്രാവൽ ചെയ്യാനും അതേമാതിരി 300-ൽ കൂടുതൽ കിലോമീറ്റർ ഉള്ള നല്ല ഉല്ലാസ യാത്രകൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ക്രിപ്റ്റോ, ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം, അങ്ങനെ ഉല്ലാസ യാത്രകൾ നടത്താനും ഫോറിൻ ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ നമുക്ക് ശനിയെ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞിരുന്നു 1-8 ശനി എത്താൻ നല്ല പൊസിഷൻ അല്ല. അതുപോലെ 4-12 ഒരു മിക്സ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇവിടെ ശനിയെ പോസിറ്റീവ് ആക്കാൻ കറുത്ത തോടുള്ള ഉഴുന്ന് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത് അനുകൂലമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ കറുത്ത ഉഴുന്ന്, തോടുള്ള ഉഴുന്ന് ദാനം ചെയ്യുക. അമ്പലത്തിലാകാം, പള്ളിയിലാകാം, പ്രശ്നമില്ല. അതുപോലെ പേരാലിന് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള നല്ലൊരു കർമ്മമാണ്. അതുപോലെ ശിവലിംഗത്തിന് പാലർപ്പിക്കുന്നത് അല്ലെങ്കിൽ വെള്ളമൊഴിക്കുന്നത്, അതുപോലെ ശിവലിംഗത്തിന്റെ ധാര ചെയ്യുക എന്ന് പറഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. പാവങ്ങൾക്ക് കച്ചോരി എന്ന് പറയാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഫുഡുണ്ട്, കച്ചോരി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശനിയുടെ റേഡിയേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങള്, കച്ചോരിയൊക്കെ പ്രത്യേകിച്ച് തൂപ്പുകാര് അല്ലെങ്കിൽ ലേബർ ക്ലാസ് ഉള്ളവര്, അന്ധര്, മുടന്തര് അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ ഉള്ള ആൾക്കാർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാവുന്നതാണ് ശനിയെ പോസിറ്റീവ് ആക്കുക. അതുപോലെ ബഫലോ ഒക്കെ ഈ ശനിയുടെ ഒരു റേഡിയേഷൻ ആണ്. അതുകൊണ്ട് ബഫലോക്ക്, പോത്തിനൊക്കെ പുല്ല് കൊടുക്കുന്നത് നല്ലൊരു കർമ്മമാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. കാക്കയ്ക്ക് തീറ്റി കൊടുക്കുന്നത് വളരെ, പട്ടിക്ക് പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഡോഗ്, തെരുവ് നായി ഇത് കൊടുക്കുന്നത് വളരെ അനുകൂലമാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. അതേസമയത്ത് നിങ്ങൾക്ക് ഇപ്പം കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കുറെ കൂടെ നല്ലതാണ്. ശനിയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാറുള്ള ഒരു കർമ്മമാണ്. കറുത്ത പട്ടിക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ കറുത്ത പട്ടിയെ വളർത്തുകയോ ചെയ്യുക എന്നുള്ള കേതുവിനെ ശനിയും കൂടെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശനിയുടെ ബീജമന്ത്രം ജപിക്കാം. ഈ പറഞ്ഞ ബെഗേഴ്സിന്, അന്ധര, മുടന്തര, ലേബർ ക്ലാസ് ഉള്ള ഒരു തൂപ്പുകാർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ലേബർ ക്ലാസ്സിലുള്ള അന്ധര, മുടന്തര, തൂപ്പുകാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പിഷാടകർക്കൊക്കെ ഉള്ളവർക്ക് കമ്പിളി ദാനം ചെയ്യുന്നത് ഒരേ സമയത്ത് ശനിയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാൻ ഉള്ള ഒരു കർമ്മമാണ്. അതുപോലെ പറവകൾക്ക് തീറ്റ കൊടുക്കാം. പിന്നെ മലദൈവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ആണ്. അതുപോലെ ഭൈരവന്റെ പൂജ ചെയ്യുന്നത്, ഭൈരവ മന്ത്രം ജപിക്കുന്നത്, അതുപോലെ ശിവലിംഗത്തില് ഈ പറയുന്ന തോടുള്ള ഉഴുന്ന് ഇടുന്നത്, അതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. ഇനിയും ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഒരുപാട് രീതി പല പ്രശ്നങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലഗ്നത്തിലെ ശനി വന്ന് നിൽക്കുക, അപ്പൊ പല കാര്യങ്ങളും ഡിലേ ആവുക. 7-ാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുന്ന മാറിയ ഡിലേ ആവുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ ശനിയെ പറ്റി പറയാനാണ്. അതുകൂടാതെ ചില ഗ്രഹങ്ങള്, 1 സൂര്യന്, 8 ശനി അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക്, അതുമല്ലെന്നൂരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെ കൂടെ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ചില ഗ്രഹങ്ങൾ
ഗ്രഹങ്ങളെ കേതു രാഹു അല്ലെന്നൊരു പറഞ്ഞ ചൊവ്വായ അങ്ങനെയൊക്കെയുള്ള പല ഗ്രഹങ്ങൾ കയറി നിൽക്കുക, അല്ലെ സൂര്യന് ചന്ദ്രന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചിലപ്പോൾ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരിക. മൾട്ടിപ്പിൾ ജോബ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് നമ്മൾ ചെയ്തു ഒരു 3 വർഷം ആകുമ്പോഴത്തേന് ഈ ജോബ് വിട്ടിട്ട് അടുത്ത ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ വരുമ്പോഴത്തേന് നമുക്ക് പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് അവിടെ. കാരണം ഒരു ബിസിനസ് ആണെങ്കിലും ഒന്ന് പച്ച പിടിപ്പിച്ച് കൊണ്ടുവരണമെന്ന് നമ്മളൊരു 3 ഇയേഴ്സ് എടുക്കുമ്പോൾ ആ ബിസിനസ് വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ. അപ്പൊ ഒരു സെറ്റ് ആകാനുള്ള പ്രശ്നങ്ങളെ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്, ലാൽക്കിതാബിലുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ വരും. അപ്പൊ ഇതിനകത്ത് ഒരു 3 കർമ്മമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം നോക്കുക, പ്രത്യേകിച്ച് ഒരു ശനിയാഴ്ച ദിവസമായിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ ആദ്യമേ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചേക്കണം. അപ്പൊ അതിനകത്ത് സംഘടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കറുത്ത ഊടക്കുഴലും ശർക്കരയും ദേശി ശർക്കരയും പിന്നെ ഒരു വെള്ള ടേപ്പ്, ഇത്രയാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടുന്നത്. ഇത് വെച്ചിട്ടാണ് ഒരു കർമ്മം. അപ്പൊ അത് നമ്മൾ നേരത്തെ എവിടുന്നേലും കറുത്ത ഊടക്കുഴൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഓടക്കുഴൽ വാങ്ങിച്ചിട്ട് നമ്മൾ ചില കറുത്ത പെയിന്റ് അടിച്ചിട്ട് വെക്കുക. അപ്പം അതിനൊക്കെ വലിയ പൈസ അല്ല, ചെറിയ പൈസ കൊടുത്ത് എല്ലാം കൂടെ 10-100 രൂപയുടെ കാര്യമേ ഉള്ളൂ ഇത്രയും ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഒരു ചെറിയ കുടമുണ്ട്, ചെറിയ മൺകുടമുണ്ട്, അവിടെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ കിട്ടും. ആ മൺകുടം വാങ്ങിക്കാൻ പറയണം. ചെറിയ മൺകുടം മതി, 50 ഗ്രാം ഒക്കെ കൊള്ളുന്ന മൺകുടം കിട്ടും. അതിനകത്ത് തേന്, അപ്പൊ അതിനകത്ത് കൊള്ളാനുള്ള തേൻ വാങ്ങിക്കുക. അപ്പൊ ഈ ഒരു ഇതും ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ ഇതാണ് ഒരു കർമ്മം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചേക്കുക. എന്നിട്ട് തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ആയിരിക്കണം, ആകാശമൊക്കെ തെളിഞ്ഞിരിക്കുന്ന സമയമായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു ദിവസം വരുമ്പോൾ ഈ ഓടക്കുഴലിനകത്ത് നമ്മൾ ഈ വാങ്ങിച്ചു വെച്ചേക്കുന്ന ശർക്കര നിറയ്ക്കുക. എന്നിട്ട് ഈ വെള്ള ടേപ്പ് കൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഹോളുകൾ ഇങ്ങനെ ചുറ്റി അടയ്ക്കുക, എൻഡും അടയ്ക്കുക. ഇത്രയും ചെയ്തിട്ട് ഇത് ഒരു റിമോട്ട് ആയിട്ടുള്ള ഏരിയ, അതായത് മനുഷ്യര് സാധാരണ കടന്നു ചെല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടല്ല, അവിടെ ഉപേക്ഷിക്കുക. അവിടെ വെച്ചിട്ട് ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആയിട്ടുള്ള, എന്നിട്ട് തിരിഞ്ഞു നോക്കല്ല, പിന്നെ നമ്മുടെ കൊണ്ടുപോയ കാര്യങ്ങളൊന്നും തിരിച്ചു കൊണ്ടുപോകില്ല. അവിടെ എന്തെങ്കിലും പേപ്പറോ സഞ്ചിയോ അല്ല, നമ്മളിപ്പോ ഒന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇനി പോരുക. അതാണ് ഒരു കർമ്മം. ഇതേമാതിരി തന്നെ ഈ കുടത്തിനകത്താണെങ്കിൽ നമ്മൾ തേൻ നിറയ്ക്കാം. ഈ തേൻ നിറച്ചിട്ട് ഈ തേനിനകത്ത് നല്ല എന്തെങ്കിലും ഒരു ഇതേമാതിരിയുള്ള ടേപ്പോ വെള്ള ടേപ്പോ അല്ല ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് മൂടി ക്ലിയർ ആക്കി വെച്ചിട്ട് സൈഡൊക്കെ അടച്ചിതാക്കിയിട്ട് ഇതും ഇതേമാതിരി ഒരു റിമോട്ട് ഏരിയയില് കൊണ്ട് ഒന്നില് അവിടെ ഒരു ചെറിയൊരു കമ്പോ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നല്ലതാണ്. അപ്പൊ അവിടെ വേണമെന്നൊരു മണ്ണിനകത്ത് ഇത് കുഴിച്ചിടാം. അപ്പൊ അതൊരു കർമ്മമാണ്. അപ്പൊ ഇതും ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് കൂടാതെ അടുത്ത ഒരു കർമ്മം പറയുന്നുണ്ട്. അടുത്ത ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ലാൽക്കിതാബിനകത്തൊക്കെയുള്ള ഒരു വലിയൊരു കർമ്മമാണ്. കാരണം ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്. ചില ആൾക്കാർ വേണമെന്നൊരു വർഷത്തില് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശനിയുടേതായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ 1-8 അങ്ങനെയൊക്കെ ശനി സൂര്യൻ നിൽക്കുന്നത് അല്ലെന്നൊരു ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ അടുപ്പിച്ച് ഒന്നിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്രഹങ്ങൾ ശനിയുടെ കൂടെ നിൽക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ, അങ്ങനെ വരുമ്പോഴും ശനി നെഗറ്റീവ് ആവും. അപ്പൊ പല രീതിയിലുള്ള തൊഴിൽ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ശനിയൊക്കെ ദശ മാറുന്ന സമയത്ത് ആൾക്കാരെ വലിച്ച് താഴെ ഇടേണ്ട, അത് ഏത് വലിയ പൊസിഷനാണെന്ന് വരില്ല, ഇരിക്കുന്ന ആൾക്കാരെ വലിച്ച് താഴെ ഇട്ട് കളയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശനിയെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് 10 അന്തരെ ഒരു ലൈനിൽ ഇരുത്തിയിട്ട് ഇവിടെ നമുക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ ഈ 10 അന്തർക്ക് എവിടെ പോകുന്ന ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള പണ്ടത്തെമാരിയല്ല, ഇവരെ ഈ അന്തേവാസികളല്ല, ഇങ്ങനെ അന്തരുടെ സ്കൂളല്ല മുടന്തര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്കിവിടെ 10 അന്തരാണ് വേണ്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചെടുത്ത് നേരത്തെ എല്ലാം കാര്യങ്ങൾ സെറ്റ് ആക്കാം. എന്നിട്ട് നമ്മൾ സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്, അത് നോൺ വെജ് പാടില്ല, വെജിറ്റേറിയൻ ഫുഡ് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പൊ അവർക്ക് താലിമാരിയുള്ള ഈ മീൽസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളത് വേണമെന്നിട്ട് നമ്മൾ എവിടുന്നേലും അറേഞ്ച് ചെയ്താലും അത് പറഞ്ഞിട്ട്, അപ്പൊ ഈ ഒരു ഫുഡ് നമ്മള് അവർക്ക് കൊടുക്കുക. 10 പേരെ ഒരു ലൈനിൽ ഇരുത്തിയിട്ട് കൊടുക്കുക. അപ്പൊ അത് ഇന്ന ദിവസം വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഒന്ന് ചെയ്യേണ്ടത് നമ്മളിവിടെ നമ്മുടെ കൈകൊണ്ട് വേണം ഒരു ഫുഡ് ഉണ്ടാക്കാൻ. അത് ഒരു ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഡൗട്ടായി, എനിക്കറിയത്തില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ടല്ല വൈഫിനോടായാലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അപ്പൊ നമ്മളൊരു തന്നെ ഒന്ന് ഇച്ചിരി റവ വാങ്ങിച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു മധുരപലഹാരമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇച്ചിരി അതിന്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഇട്ടിട്ട് അല്ലെ ലഡുവോ സിമ്പിളായിട്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു ഫുഡ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഒരു ഫുഡ് നമ്മൾ കൈവച്ചേക്കുക. അപ്പൊ ഈ 10 പേരെ നമ്മൾ വേണം 10 പേർക്ക് 10 അന്തർക്ക്
ആഹാരം വിളമ്പി കൊടുക്കാൻ ഒറ്റ ഒരു ലൈൻ ഇരുത്തിട്ട്, എന്നിട്ട് ഈ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫുഡുണ്ട് അതും നമ്മൾ വിളമ്പി കൊടുക്കുക. ഈ 10 പേർക്കും വിളമ്പി കൊടുക്കുക. അവരെ ഒരൊറ്റ ലൈൻ ഇരുത്തിട്ട് ഫുഡ് കൊടുത്തിട്ട് കൂട്ടത്തിൽ നമ്മളും ആ ഒരു 11-ാമനായിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ശനിയുടേതായിട്ടുള്ള ആ ദോഷങ്ങൾ മാറിപ്പോകുമെന്നുള്ളതാണ് ലാൽ കിതാബിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു വെച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യുക. അതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ, പ്രത്യേകിച്ച് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി, മെഡിക്കൽ അസ്ട്രോളജി, ലാൽ കിതാബ്, പഞ്ചപക്ഷി ശാസ്ത്രം, ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, മൊബൈൽ ന്യൂമറോളജി, പിന്നെ നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ്, നിങ്ങൾക്ക് ആരെങ്കിലും നെയിം അലൈൻ ചെയ്യാനുണ്ട്, ബ്രാൻഡ് അലൈൻ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ വളരെ ആവശ്യമാണ് നല്ല രീതിയിലുള്ള നല്ല ഹെഡിങ്, നല്ല പ്രൊഫഷണൽ കീവേഡ്സുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിൽ നമുക്ക് അത് കോണ്ടാക്ട് ചെയ്യാവുന്ന. നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല മിസ്റ്റിക്കൽ ട്രയാങ്കിൾ, ചന്ദ്രകലാനാടി, അഡ്വാൻസ് ആണ്. ചന്ദ്രകലാനാടി എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് പ്രഡിക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട് ഉണ്ട്. അല്ലെ പാമിസ്ട്രി, ടാരോ, റേക്കി ഹീലിംഗ്, റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എന്തെങ്കിലും പഠിക്കാൻ എടുക്കാനുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒന്നും മനസ്സിലാക്കുക, ഈ ഒരു സബ്ജക്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2026 എന്ന് പറഞ്ഞ ഈ ഒരു ഇയറിൽ ഇപ്പൊ നമുക്ക് $19 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഇത്. അപ്പൊ ഇത് ഇപ്പൊ ഈ 2030 ആകുമ്പോഴത്തേന് $30 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ടൊക്കെ വളരുക. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വേണം ഒരു 75,000 to 1 lakh rupees ഉണ്ടാക്കാൻ ഓൺലൈനിലൊക്കെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അവർ കാണുന്ന രീതിയിൽ അസ്ട്രോളജിസ്റ്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഇന്നത്തെ സമയത്ത് ഏകദേശം 1 ലക്ഷത്തോളം അസ്ട്രോളജിസ്റ്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെളിയിൽ പല ആൾക്കാർക്കും അറിയത്തില്ല. ഇപ്പൊ പോലും പല ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന അസ്ട്രോളജേഴ്സിന് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാ. ഇവർ കേരളത്തിൽ തന്നെ ഞാൻ പറയാനും 5% ആൾക്കാർക്കേ ഉള്ളൂ കാര്യങ്ങൾ അറിയുന്നത്. ബാക്കി 95% അസ്ട്രോളജി എന്ന് പറഞ്ഞ ആൾക്കാരെ മനുഷ്യനെ കളിപ്പിച്ച് പൂജ, വഴിപാട് എന്നും പറഞ്ഞിട്ട് പല രീതിയിലുള്ള കളിപ്പിക്കുന്നതായിട്ടുള്ള രീതിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർമ്മങ്ങള് അത് ചെയ്യാം, ഇത് ചെയ്യാം, പൂജ എന്നും പറഞ്ഞ് നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കല്. ഒരു കാരണവശാലും നിങ്ങളൊരു കൺസൾട്ടേഷൻ ഫീസ് മാത്രം കൊടുക്കുക. വേറെ ഒരു പൂജയ്ക്ക് ഒന്നും പൈസ കൊടുക്കില്ല. നിങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പൂജ, വഴിപാടോ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ദാനധർമ്മമാണ്. പ്രത്യേകിച്ച് മുസ്ലിംസ് ഒക്കെ സക്കാത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു കിട്ടുന്നതിന്റെ ഒരു പെർസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി. നമ്മളും ഈ ഒരു സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ്. അറിഞ്ഞോ അറിയാതെ നമ്മളെ ഇവിടെ വരെ എത്താൻ വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ എല്ലാവരും മറക്കാതിരിക്കുക. ചെറിയ ദാനാർഭങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അന്തര മുടന്തര തൂപ്പുകാര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാനും പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കുറയ്ക്കാനും എടുക്കാനും ഒക്കെ ഒരു സഹായിക്കുന്നതാണ്. അപ്പൊ ഇതുമാതിരി നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് പണ്ടത്തെ മാതിരി വാസ്തുവിനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിവിടെ കേരളത്തിലൊക്കെ 8 ഡയറക്ഷൻ വെച്ചിട്ടുള്ള വാസ്തുവാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, 16 മുതൽ എബോ ഉള്ള ഡയറക്ഷനാണ്. 16 ഡയറക്ഷനുള്ള വാസ്തുവിൽ മിനിമം ചെയ്തിരിക്കണം. കാരണം 16 ഡയറക്ഷനകത്തല്ല അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ ബർത്തിയാട്ട് പോലെ ഇതിനകത്ത് 360 ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പൊ ഇതുമായിട്ട് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് ത്രൂ പോകാതെ തന്നെ നമുക്കപ്പോ വാസ്തുവൊക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ പുതിയ വീടൊക്കെ വെക്കുവാണ് കമ്പൾസറിയാണ് ഈ വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. കാരണം നമ്മളൊരു 3 കോടി 5 കോടി അല്ലെങ്കിൽ 2 കോടി 1 കോടി ഒക്കെ നോക്കിയിട്ട് വീട് വെക്കും. വീട് വെച്ചിട്ട് ഒടുവിലാണ് പറയുന്നത് വാസ്തു ശരിയല്ല. പല അതുപോലെ ഡ്രോയിങ് വരയ്ക്കുന്നവർ പല കോൺട്രാക്ടർമാർക്ക് പറയും, എനിക്ക് വാസ്തു അറിയാം, ഞങ്ങളുടെ കയ്യിൽ വാസ്തു അറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ല. ആകെ കന്നിമൂല നോക്കും, അവിടെ ടോയ്ലറ്റ് വെക്കലെന്ന് പറഞ്ഞ് കഴിഞ്ഞു. അപ്പം ഇപ്പൊ തന്നെ നമ്മൾ ഒരു വീട് വെക്കുമ്പം പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ഒരു കിണർ പോലും കുഴിച്ചു കഴിഞ്ഞാൽ പണിയാ. ആ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലെന്നുള്ള 100% പണി ഇടയ്ക്ക് നിന്ന് പോകും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്ട് വളരെ സെൻസിറ്റീവാണ്. നമ്മൾ ചെയ്യുന്ന അസ്ട്രോവാസ്തുവാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട വാട്സപ്പിൽ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യുന്നത് നമുക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കും.